ഈയിടെയായിട്ട് എന്നെ കാണാൻ വരുന്നവരും ഏറെ മെസ്സേജ് അയക്കുന്നവരും ഒക്കെ ചോദിക്കുന്ന ഒരേ ലീഗൽ അഡ്വൈസ് എന്ന് പറയുന്നത് വീട് ജപ്തിയിലാണ്, എങ്ങനെ അതൊന്ന് ഒഴിവാക്കി തരാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അതായത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വലിയ വീട് വെച്ച ശേഷം സർഫാക്സി ആക്ട് പ്രകാരം അറ്റാച്ച്മെൻറ്റിനുള്ള പേപ്പറൊക്കെ വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? സർക്കാരിൻ്റെ പുതിയ ഒരു പദ്ധതി ഉണ്ടല്ലോ, ഇത്തരത്തിൽ സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് അത് സമയം നീട്ടിത്തരുന്ന പരിപാടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും വിളിക്കാറുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, സർക്കാരിൻ്റെ പരിപാടി കിടപ്പാടം ചെറിയൊരു വീട് വെച്ച് താമസിക്കുന്ന ഒരു വീട് ജപ്തി ചെയ്യുമ്പോൾ അത്തരത്തിൽ അവരെ സഹായിക്കുവാൻ വേണ്ടിയാണ് സർക്കാർ അങ്ങോട്ട് പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നത്. അതും ഫ്രീ ആയിട്ടല്ല, ആ അറ്റാച്ച്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിർത്തിവെച്ചുകൊണ്ട് ആ പണം സർക്കാർ സെറ്റിൽ ചെയ്ത ശേഷം വളരെ കുറേശ്ശെ നിങ്ങൾ അടയ്ക്കേണ്ടി വരും. എന്ന് വെച്ചാൽ അത് ഫ്രീ ആയിട്ട് ചെയ്തു തരികയില്ല. പക്ഷേ ഇവിടെ അന്വേഷിച്ച് വരുന്നതൊക്കെ 5000 സ്ക്വയർ ഫീറ്റ് 3000 സ്ക്വയർ ഫീറ്റ് വീട് വെച്ചിട്ട് അതിൻ്റെ ഒരു പരിധി കഴിയുമ്പോൾ പണമടയ്ക്കാൻ കഴിയാതെ പോകുന്നവരുടെ വിളികളാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥ ഞാൻ പറയാം. ഒരു സ്ത്രീ, അവർ വിദേശത്തായിരുന്നു ജോലി, ഭർത്താവ് നാട്ടിലാണ്, അത്യാവശ്യം നല്ല ശമ്പളത്തിൽ ഒരു ജോലിയായിരുന്നു, അവിടെ സ്റ്റാഫായിട്ട് എന്തോ ആയിരുന്നു. ഒന്നും നോക്കിയില്ല, ഒരു 10-20 വർഷത്തിന് മുമ്പ് ഒരു ലോൺ എടുത്തു. ചെറിയ ലോണല്ല, ഒരു 40 ലക്ഷം 50 ലക്ഷം രൂപയുടെ ഒരു ലോൺ എടുത്ത് നാട്ടിൽ ഒരു 3000 സ്ക്വയർ ഫീറ്റ് വീട് വെച്ചു. ആലോചിച്ച് നോക്കണം, നാട്ടിൽ ഭർത്താവും ഒരു കുട്ടിയും കൊണ്ടേ ഉള്ളൂ, ഇവർ വിദേശത്താണ്. 20 വർഷത്തിന് മുമ്പുള്ള ഈ 40 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഏകദേശം ഒരു 2 കോടിക്കകത്തെങ്കിലും വില, ഏറ്റവും കുറഞ്ഞത് വില മതിക്കുമെന്ന് ആലോചിക്കണം. ഒരു 3000 സ്ക്വയർ ഫീറ്റ് വൺ സെറ്റിൽഡായിട്ടൊരു വീട് വെച്ചു. അതിനുശേഷം അവരുടെ ജോലി നഷ്ടപ്പെട്ടു. അവർ നാട്ടിലേക്ക് എത്തി. വളരെ പതുക്കെ ഈ ലോൺ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി. അണ്ടകടാഹാമ്പോൾ ഒരു വീടിനകത്തിരുന്നു കൊണ്ട് ലോൺ അടയ്ക്കുന്നതിന് പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളിൽ അവർ പെട്ടു. ഇടയ്ക്ക് ഭർത്താവിൻ്റെ അസുഖമായി. അങ്ങനെ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ലോൺ ഏകദേശം തീരുമാനമായി. ബാങ്കിൽ നിന്ന് പേപ്പർ വന്നു, അത് കോടതി കേസായി. സർഫാസി ആക്ട് പ്രകാരം അറ്റാച്ച്മെൻറ്റിനുള്ള പേപ്പർ വന്നു. സെറ്റിൽമെൻറ്റുകൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി പറഞ്ഞു ഇത്ര കാശ് നിങ്ങൾ അടച്ചുകൊണ്ട് അത് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു. അതും അവർക്ക് അടയ്ക്കാൻ പറ്റിയില്ല. അങ്ങനെ 1-2 അവസ്ഥ ശേഷം ഇനി എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമുക്ക് വിളി വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ലോണുകളേക്കാൾ ഏറെ നമ്മുടെ വീടുകളോടുള്ള അഭിനിവേശത്തെക്കുറിച്ചിട്ടാണ്. നാട്ടിലായാലും വിദേശത്തായാലും ജോലിയുള്ളവർക്ക് ഒരു ജോലി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാറ്റസ് സിമ്പിളായിട്ട് മാറുകയാണ് വീടുകൾ. പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് നമ്മൾ ഈയിടയ്ക്ക് വായിച്ചറിഞ്ഞു. ഒഴിഞ്ഞു കിടക്കുന്ന 7000-ലധികം വീടുകൾ, അവിടെ താമസക്കാരില്ല. ഇനി താമസക്കാർ ഉള്ളിടത്ത് പോലും ഒരു അച്ഛനോ അമ്മയോ, പ്രായമായ ഒരു അച്ഛനോ അമ്മയോ ഒരു പട്ടിയും മാത്രമുള്ള വീട്, അണ്ടകടാഹം പോലെയുള്ള വീട്, 2 നില വീടുകൾ. ഇങ്ങനെ വീട് വെക്കുന്ന ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് നമ്മൾ കാണുന്നു. കല്യാണം കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ ഇതെൻ്റെ വീടാണെന്ന് അഭിമാനത്തോടെ കാണിക്കുവാനുള്ള രീതിയിലാണ് നമ്മൾ വീടുകൾ വെക്കുന്നത്. നമ്മൾ ശരിക്കും വീടുകളല്ല വെക്കുന്നത്, ഓരോ ബാങ്ക് ലോക്കറുകളാണ്. മിക്കവാറും ഒരു വീട് വെച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ 1 രൂപ ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കും. പിന്നെ എന്തിനാണ് ഈ സ്ട്രോങ് റൂം എന്നൊക്കെ ചിന്തിക്കേണ്ടി വരും. നമ്മുടെ ഒരു രീതി വെച്ചിട്ട് ഒരു 20 വർഷം മാക്സിമം, ഞാൻ പറഞ്ഞത് 10 വർഷം 5 വർഷം കൂടുമ്പോഴും വീടിൻ്റെ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ നമ്മളൊരു വലിയ മുതൽ മുടക്കി ഒരു വീട് വെച്ച് കഴിയുമ്പോൾ അത് വിൽക്കാൻ ചെല്ലുമ്പോൾ ആ വീടിന് വാല്യൂ ഉണ്ടാവുകയില്ല. കാരണം അതിൻ്റെ രീതി മാറി, സ്റ്റൈൽ മാറി. ഇതിനെക്കുറിച്ച് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ 40 ലക്ഷം രൂപയൊക്കെ അന്ന് ലോൺ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഇപ്പോഴത്തെ മതിപ്പോടെ കണക്ക് കൂട്ടണം. അവർ പറഞ്ഞതാണ് ഞാൻ എടുത്തതിനേക്കാളും ഇരട്ടി കാശ് അടച്ചെന്ന്. ബാങ്ക് നിങ്ങൾക്ക് ലോൺ തരുന്ന പുണ്യം കിട്ടാൻ വേണ്ടിയല്ല, അവർക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. നിങ്ങൾ 20 വർഷം മുമ്പ് ഒരു ലോൺ എടുക്കുമ്പോൾ 40 ലക്ഷം ആണെങ്കിൽ അവർക്കറിയാം അത് തിരിച്ചടച്ചു കഴിയുമ്പോൾ 20 വർഷം കഴിയും. അപ്പോൾ അതിൻ്റെ ഡിപ്രിസിയേഷനും അതിൻ്റെ പലിശയും എല്ലാം കൂടെ കൂട്ടിയാണ്, അതിൻ്റെ വാല്യൂ ഒക്കെ കൂട്ടിയാണ് അവർ ഇത്രയും കാശ് വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഒതുങ്ങുന്ന കൊക്കിൽ ഒതുങ്ങുന്ന ഒരു കൊച്ചു വീട് വെക്കുക. 3 പേര് മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ എന്തിനാണ് ഈ 5 ബെഡ്റൂം 6 ബെഡ്റൂം എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. വല്ല കാലത്തും വരുന്ന ഒരു അതിഥിക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് ഇപ്പോഴേ വീട് റൂം ഒരുക്കി കാത്തിരിക്കുന്നത്? ഇപ്പോൾ പരമാവധി എല്ലാ വീടുകളിലും കൂടി വന്നാൽ അച്ഛൻ, അമ്മ, ഭർത്താവ്, ഭാര്യ, മക്കൾ 5 പേര് കൂട്ടിക്കോ. അത്ര വളരെ കുറവാണ്. മിക്കവാറും അച്ഛനും അമ്മയും മറ്റു വീട്ടിൽ തന്നെ ആയിരിക്കും. മക്കളും ഒരു 20 വർഷം കഴിയുമ്പോൾ അവരവർ വഴിക്ക് പോകും. പിന്നീട് അണ്ടകടഹമ്പൊരു വീട്ടിൽ ഈ ഭാര്യയും ഭർത്താവുമാവും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഭാര്യയോ ഭർത്താവോ മരിച്ചു പോകും. അങ്ങനെ ഒരു വലിയ വീട്ടിൽ ഒരാൾ ഒറ്റപ്പെട്ട് ലോൺ അടയ്ക്കേണ്ട അവസ്ഥയിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. എന്ത് കാര്യം ഇരിക്കുന്നു? നിങ്ങൾക്ക് താമസിക്കുവാൻ മനോഹരമായൊരു കൊച്ചു വീട് മതി. പ്രത്യേകിച്ച് ഒരു 45 വയസ്സിന് മുകളിലുള്ള ആൾക്കാരൊക്കെ വീട് വെക്കുമ്പോൾ ചിന്തിക്കേണ്ടത് 2 നില വീടല്ല നിങ്ങൾക്ക് ആവശ്യം. നിങ്ങൾക്ക് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ വീടുകൾ എടുത്തു പോയിക്കോളൂ, മിക്ക വീടുകളുടെയും 2ാമത്തെ നില ഒഴിഞ്ഞു കിടക്കുകയായിരിക്കാം. കാരണം അങ്ങോട്ടേക്ക് കയറി പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് പല ആൾക്കാരും. അല്ലെങ്കിൽ വലിയ സെറ്റപ്പിലുള്ള വീടുകളിൽ ലിഫ്റ്റൊക്കെ ഉണ്ടാവണം. ലിഫ്റ്റ് ഉണ്ടായെങ്കിൽ കൂടിയും ആരും മുകളിലേക്ക് പോവുകയില്ല. പല വീടുകളുടെയും
രണ്ടാമത്തെ നില ഒഴിഞ്ഞെടുക്കുകയാണ്. വല്ല കാലത്ത് വരുന്ന അതിഥികൾ മക്കളൊക്കെ വരുമ്പോൾ മാത്രമാണ് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയ്ക്ക് വലിയ വീടിൻ്റെ ആവശ്യം നമുക്കുണ്ടോ? അല്ലെങ്കിൽ ഇത്രയ്ക്ക് വലിയ ലോൺ എടുത്ത് നമ്മൾ സ്വയം തീരേണ്ട ആവശ്യമുണ്ടോ? ഈ അണ്ടാളഹാം പോലൊരു വീടിനകത്ത് ഓരോ മാസം ലോൺ അടയ്ക്കാൻ വഴിയില്ലാതെ ടെൻഷൻ അടിക്കുന്നേക്കാൾ എത്രയോ നല്ലതാണ് ഒരു കൊച്ചു വീട്ടിൽ ലോണൊന്നുമില്ലാതെ മനോഹരമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുക. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഈ ഒരു രീതി ഞങ്ങൾക്ക് മാറേണ്ടതല്ലേ? നമ്മുടെ സിസ്റ്റം തന്നെ മാറേണ്ടതല്ലേ? നിങ്ങളുടെ വീട് കണ്ട് കെട്ടാൻ വരുന്ന ആളെ നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ വീടിൻ്റെ സ്റ്റാറ്റസ് അല്ല നിങ്ങളുടെ സ്റ്റാറ്റസ്. നിങ്ങളുടെ വീട് ജപ്തിയാകുമ്പോൾ നിങ്ങളുടെ ഈ സ്റ്റാറ്റസൊക്കെ ഒറ്റയടിക്ക് പോകും. ഒരുപാട് ആഘോഷത്തോടെ ഈ പറഞ്ഞ ഹൗസ് വാമിംഗ് നടത്തിയ വീട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ജപ്തി ചെയ്തപ്പോൾ അതിൽ മനംതൊന്ന് അതിൻ്റെ കുടുംബനാഥൻ മരിച്ചൊരു കഥയൊക്കെ ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വീട് എന്ന് പറയുന്നത് നമുക്ക് താമസിക്കുവാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ സ്റ്റാറ്റസ് സിമ്പൽ ആകരുത്, നമ്മുടെ ആർഭാടമാകരുത്. ഒരു കുഞ്ഞു വീട് അത് ഏറ്റവും കുഞ്ഞായ രീതിയിൽ ഏറ്റവും മനോഹരമായിട്ട് സെറ്റ് ചെയ്യുക. നിങ്ങളെ കാണാൻ വരുന്നവർ വന്നാൽ മതി. വീട് നമുക്കൊരു ബാധ്യതയാവാതിരിക്കട്ടെ. വീട് നമ്മുടെ ജീവൻ എടുക്കാതിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. Out of Court, the Legal Counseling Center, Cochin. Legal awareness make you more power.